ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി നഹാസ് പത്തനംതിട്ടയെ നിയമിക്കുന്നതിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. നഹാസിന്റെ വീട്ടിൽ നിന്ന് 2023 കഞ്ചാവ് പിടികൂടിയത് ചൂണ്ടിക്കാട്ടിയാണ് ഡിവൈഎഫ്ഐയുടെ വിമർശനം. ഓപ്പറേഷൻ തൂഫാന് കള്ളനെ തന്നെ താക്കോൽ ഏൽപ്പിച്ചു എന്ന് ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ബി നിസാം പറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ നഹാസ് പത്തനംതിട്ടയെ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കഞ്ചാവ് മാഫിയോട് അടുത്തു ബന്ധം പുലർത്തുന്ന നേതാവിനെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിയമിക്കുന്നത് കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്നതിന് തുല്യമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഓഫീസിലെ സ്റ്റാഫായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നഹാസ് പത്തനംതിട്ടയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് 2023 2 കിലോ കഞ്ചാവുമായി പോലീസ് എക്സൈസ് സംഘം പിടികൂടിയത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് ജിതിൻ കഞ്ചാവ് കേസിലെ പ്രതിയാണ്. അങ്ങനെയുള്ള ഒരാളെ അതിനൊക്കെ എല്ലാ പിന്തുണയും കൊടുക്കുന്ന നഹാസ് പത്തനംതിട്ട എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ കള്ളനെ താക്കോലേൽപ്പിച്ചതാണ്. വളരെ അപമാനകരമാണ്. അതേസമയം തന്റെ സ്റ്റാഫ് അംഗത്തിൽ കഞ്ചാവ് കേസിലെ പ്രതി ഉണ്ടാകില്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. എൻ്റെ സ്റ്റാഫിൽ അങ്ങനെ ഈ ഇത്തരം കേസുകളിൽപ്പെട്ട ഒരാളും ഉണ്ടാവില്ല. അല്ല, നിങ്ങൾക്ക് അത് സ്റ്റാഫ് അനൗൺസ് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ. ആ കേസിൽപ്പെട്ട ഒരാളും ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള കേസുകളിൽപ്പെട്ട ആളുകളും ഉണ്ടാവില്ല. നഹാസ് പത്തനംതിട്ടയുടെ നിയമനവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും ഉയരുന്നത്. കോൺഗ്രസിനുള്ളിലും ഒരുപാട് നേതാക്കൾ നഹാസിന്റെ നിയമനത്തെ എതിർക്കുന്നുണ്ട്. കേരള ന്യൂസ്, പത്തനംതിട്ട.